അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമാക്കി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെന്താണോ പറയുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുവഴി ഇഹപരലോക ജീവിതങ്ങൾ വിജയപ്രദമാക്കി തീർക്കുവാനും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടാണ്. അഥവാ ബന്ധങ്ങൾ. ഇന്ന് ബന്ധനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളുണ്ട് പല മേഖലകളിലും. അത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ. ഇപ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, അല്ലേ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, മക്കൾ മാതാപിതാക്കൾ, അതുപോലെ തന്നെ മരുമക്കൾ അമ്മായി അമ്മ വിഷയങ്ങൾ, ഈ തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രശ്നങ്ങൾ മനുഷ്യരാണോ അവിടെ പ്രശ്നമുണ്ടാവും. കാരണം ഓരോ മനുഷ്യനെയും പടച്ചിട്ടുള്ളത് പല വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ അവസ്ഥകളിൽ നിന്നാണ്. പലരും വരുന്നത് പലതരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളുള്ള വീടുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ല മറ്റൊരാളുടെ സ്വഭാവം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ, ആ കുഞ്ഞ് താമസിക്കുന്ന വളർന്നു വരുന്ന ആ അവസ്ഥകൾ, അവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ, അവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അവസ്ഥകൾ, അവൻ കാണുന്നത്, അവൻ കേൾക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ട് അവരുടെ സ്വഭാവങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതുമാണ്. ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ ഹൃദയനായിട്ടാണ്, അല്ലേ? ആ കുഞ്ഞിനെ എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളിലേക്കും വേണ്ടാധീനങ്ങളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ചുറ്റുപാടുകളാണ്, അവൻ്റെ ചുറ്റുമുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു ലൈറ്റുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ആളുകളുടെ ഉള്ളിലുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ആദ്യം തന്നെ നമ്മൾ മാറ്റണം. എൻ്റെ അമ്മായിയമ്മ ഒരു എന്താ വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അങ്ങനെ നമ്മൾ പറയുന്ന ആളുകളുണ്ട്. എൻ്റെ ഉമ്മയും വാപ്പയും ഒരു വകക്ക്, പിന്നെ ആരടോ നിന്നെ നോക്കി ഇത്രയും നാൾ വലുതാക്കിയത്, ഇത്രയും നാൾ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്ന് നീ ആ ജനിച്ചപ്പോൾ തന്നെ അവിടെ കൊന്നുകളഞ്ഞാൽ പോരായിരുന്നോ അവർ മോശപ്പെട്ട ആളുകളായിരുന്നെങ്കിൽ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരിലും നന്മകളുണ്ട്. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾ എത്ര മോശം ചെയ്താലും അവൻ്റെ ഉള്ളിലൊരു നന്മയുണ്ട്. തൻ്റെ ബോസ്, തൻ്റെ മേൽജോലിക്കാരൻ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ എത്ര മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബന്ധങ്ങളുടെ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരാളെയും അടച്ചാക്ഷേപിക്കരുത്, ഒരാളെയും എഴുതി തള്ളുന്നൊരു സ്വഭാവം അത് നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളിൽ ആദ്യം തന്നെ അത് സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ പല റിലേഷൻഷിപ്പുകളിലും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഏതാണ്? നമ്മൾ എഴുതി തള്ളും, അയാൾ ശരിയല്ല, അവൾ ശരിയല്ല, അവളാ. ചില അമ്മായിയമ്മമാർ മരുമക്കളെ കുറിച്ച് പറയുന്നതാണ്, അവൾ ഈ ജന്മത്ത് നന്നാവൂല എന്ന് പറയും, അവൾ ഈ ജന്മത്ത് നന്നാവൂല എന്ന് പറയും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്, അവൾ നന്നാവില്ല, അവൾ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നന്നാവില്ല എന്നൊക്കെ നമ്മൾ ആദ്യം ഉറപ്പിച്ച് വെച്ചിട്ട് അവരോട് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പോയാലും ഇതൊന്നും സക്സസ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു അറിവായിട്ട് എനിക്ക് നിങ്ങളോട്
പറഞ്ഞു തരാം. നമ്മൾ ഒരുപാട് നേരമൊന്നും സംസാരിക്കില്ല. 10 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ വീഡിയോകളും, നമ്മുടെ രാവിലെ ഉള്ള വീഡിയോ ആണെങ്കിലും വൈകുന്നേരമുള്ള വീഡിയോ ആണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നിർത്തും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി. ഇന്ന് അത്രയൊക്കെ നമുക്ക് സമയമുള്ളൂ. എനിക്കറിയാം നിങ്ങളിത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് കാണുന്നവർ എത്ര പേരായിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കുന്ന അറിവുകൾ, ആ അറിവുകൾ നന്നായി മനസ്സിലാക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. എങ്കിൽ ആ അറിവ് ഉപകാരമുള്ള അറിവായിട്ട് മാറി. മനസ്സിലായില്ലേ? അതല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടും യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഉണർത്താനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ജീവിതത്തിൽ പുലർത്തുക, പകർത്തുക, അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ആ നിലക്ക് ഇന്ന് ഞാൻ എനിക്കും നിങ്ങളോടും, എന്നോടും നിങ്ങളോടുമൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെയും ജഡ്ജ്മെൻ്റൽ മെൻറ്റാലിറ്റിയോടുകൂടെ നമ്മൾ കാണരുത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ്, അവൾ എങ്ങനെയാണ്. ഇതേപോലെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ പല നിലകളിലായിട്ട്, പല അവസരങ്ങളിലായിട്ട്, പല ദിവസങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും. ആയിക്കോട്ടെ, എങ്കിലും നിങ്ങൾ ആരിൽ നിന്നാണോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അയാളുടെ ഉള്ളിലൊരു ലൈറ്റ് ഉണ്ട്. അത് ഉറപ്പാണ്, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അയാളുടെ ഉള്ളിലും നന്മയുണ്ട്. നിങ്ങൾ നന്മയെ കാണാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് സത്യം. ആൾ ഇങ്ങനെയാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കി ജഡ്ജ് ചെയ്തു, നമ്മളത് എഴുതി വച്ചിരിക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് ആളുടെ നന്മകളെ നമ്മൾ നോക്കിയാൽ കാണുക? ഒരിക്കലും കാണില്ല. ആൾ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ടേ നമുക്ക് തോന്നൂ, മോശത്തരമായിട്ടേ നമുക്ക് തോന്നൂ. നന്മകൾ എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ തോട്ട്, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത എപ്പോഴും അയാൾ ചെയ്യുന്ന തെറ്റുകളിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്കത്തരം വിഷയങ്ങളെ, അയാളുടെ നന്മയെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്, ആ നന്മയെ നമുക്ക് കാണാൻ പറ്റാത്തത്. നന്മയെ കണ്ടാൽ മാത്രമാണ് ഇയാൾ നന്മ ചെയ്യുന്നുണ്ടല്ലോ, പിന്നീട് അയാൾ ചെയ്യുന്ന നന്മകളിങ്ങനെ നോക്കി 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 നമ്മുടെ മനസ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ന് പറയാനുള്ള, ഇന്ന് 2 കാര്യമാണ് പറയുന്നത്. അതിലൊന്ന്, അടിസ്ഥാനപരമായിട്ട് ആരെയും എഴുതിത്തള്ളരുത്. എല്ലാവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടെന്ന് വിശ്വസിക്കുക, എല്ലാവരിലും ഒരു നന്മയുണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തേത്, ആ നന്മകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് എല്ലാ ബന്ധത്തിലും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ബന്ധങ്ങളെ കുറിച്ചിട്ടും പറയും, ഉപ്പ ഉമ്മ, ഞാനും മകനും ഉമ്മയും, മകളും ഉമ്മയും, മകനും ഉമ്മയും, മകനും ഉപ്പയും. ആദ്യം അതാണല്ലോ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും പവിത്രമായ ബന്ധം അതാണല്ലോ, ഒരു മകനും അല്ലെങ്കിൽ മകളും ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തായാലും തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ, അതായത് ഒരാളെയും നമ്മൾ എഴുതിത്തള്ളാതെ ഓരോ ആളുകളുടെയും, അതാരാണെങ്കിലും ശരി, നന്മകളെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ണുണ്ടാവുക. അയാളുടെ നന്മകൾ എന്താണ്, നന്മകൾ എന്താണ്, ആളുടെ നന്മകൾ എന്താണ്, ആൾ ഇന്ന നന്മയുണ്ട്, ഇന്ന നന്മയുണ്ട്, ഈ രൂപത്തിലുള്ള തോട്ടുകൾ പോട്ടെ, ചിന്തകൾ പോട്ടെ, നന്മകളെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പ്രയാസമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം, അയാളിലുള്ള നന്മയൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കൂ. വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ വിഷയത്തിൽ, ബന്ധങ്ങളുടെ വിഷയത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്, പിന്തുണ ഉണ്ടാവണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.